ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ന്യൂസ് 18 ഗോധ ഇന്നുള്ളത് കോഴിക്കോട് കടപ്പുറത്താണ്. ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോഴിക്കോടിന്റെ മണ്ണ്. എന്റെ തൊട്ടുപുറകിൽ കാണുന്ന ചരിത്രപരമായ ഫ്രീഡം സ്ക്വയർ, സ്വാതന്ത്ര്യ സമരത്തിന്റെയും അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെയും ഒക്കെ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു മണ്ണിലാണ് ഇന്ന് ഗോധ. ഗോധ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ചരിത്രം, സ്ഥാനാർത്ഥികളുടെ പ്രധാനപ്പെട്ട പോരാട്ടം, അതടക്കമുള്ള കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട അതിഥികൾ നമ്മോടൊപ്പമുണ്ട്. ഞാനും കിരൺ ബാബുവും ഗോധയുമായി കോഴിക്കോട്ടുണ്ട്. കോഴിക്കോടിന്റെ മണ്ണ് ചുവന്നതാണോ അതോ UDF അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാകെ അത് ചുവന്നു നിൽക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ അത് UDF അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന ചരിത്രമാണുള്ളത്. ഇക്കുറി വലിയ പോരാട്ടമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായി കോഴിക്കോട് മാറുന്നത് ഈ പോരാട്ടത്തിന്റെ കടുപ്പം കൊണ്ടുകൂടിയാണ്. 3 പാർട്ടികളുടെയും പ്രതിനിധികൾ നമുക്കൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതിഥികളായ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളുമുണ്ട്. പ്രതിനിധികളോട് ഒരു അഭ്യർത്ഥന മാത്രം, നമുക്ക് ചോദ്യം ചോദിക്കാനും ഉത്തരങ്ങൾ പറയാനും അവസരം ആവശ്യം പോലെ തന്നെയുണ്ട്. പക്ഷേ ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ചാനലടക്കം ഇത് സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നത്. വലിയ ബഹളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ബഹളത്തിനപ്പുറത്തേക്ക് നിങ്ങളുടെ ചോദ്യങ്ങളോ നിങ്ങളുടെ എതിരാളികളുടെ ഉത്തരങ്ങളോ ഒന്നും കേൾക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഏത് ചോദ്യവും ചോദിക്കാം. പരമാവധി ബഹളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി ക്രിസ്പാക്കി ചോദ്യങ്ങൾ ചോദിക്കുക. ഇതിന്റെ തുടക്കത്തിൽ 3 പേരും 3 മിനിറ്റ് വീതം അവരുടെ പാർട്ടിയുടെ എന്തുകൊണ്ട് ആ പാർട്ടി ജയിക്കണം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കും. സംയമനത്തോടെ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികളോട് ചോദിക്കുക. അവർ കൃത്യമായി തന്നെ മറുപടി പറയും. നമുക്ക് തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ പരമാവധി ഒഴിവാക്കാം. പ്രധാനപ്പെട്ട അതിഥികൾ നമ്മോടൊപ്പം ഉള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ നിജേഷ് അരവിന്ദ്, DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നമുക്കറിയാം ചർച്ചകളിലൊക്കെ നിങ്ങൾക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ ചർച്ചയിലേക്ക് സ്വാഗതം. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷാണ് LDFന്റെ പ്രതിനിധിയെത്തിയത്. അദ്ദേഹത്തിനും സ്വാഗതം. K ഗണേഷ്, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഗണേശനും സ്വാഗതം. നമുക്ക് ചർച്ച ആരംഭിക്കാം. ആദ്യം നിജേഷ്, നമുക്കറിയാം MK രാഘവനാണ് ഇവിടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇത്തവണ എതിരാളികളും അതുപോലെ തന്നെ കിടപിടിക്കാവുന്ന എതിരാളികളെയും രംഗത്തിറക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് MK രാഘവന് ഇത്തവണ കോഴിക്കോട്ടുകാർ വോട്ട് ചെയ്യണം? രാഘവേട്ടൻ 3 തെരഞ്ഞെടുപ്പിലും എതിരാളികൾ മോശമായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഒന്ന് DYFIയുടെ അന്നത്തെ നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ് ആയിരുന്നു. രണ്ടാമത്തെ തവണ PB മെമ്പർ കേന്ദ്ര കമ്മിറ്റി അംഗമായ A വിജയരാഘവനായിരുന്നു. മൂന്നാമത്തെ തവണ ഈ കോഴിക്കോട് നോർത്തിലെ MLAയും ജനകീയ MLA എന്ന് CPM വിശേഷിപ്പിക്കുന്ന ശ്രീ A പ്രദീപ് കുമാറുമായിരുന്നു. 3 തെരഞ്ഞെടുപ്പിലും നല്ല കരുത്തുറ്റ ആളുകളുമായി തന്നെയാണ് പോരാടിയിട്ടുള്ളത്. 4ാമത്തെ തവണ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു എതിരാളി എന്നുള്ളതൊരു പ്രശ്നമല്ല. 838 വോട്ടായിരുന്നു ആദ്യത്തെ വിജയം. അത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായപ്പോൾ 16,000 എത്തി. അന്ന് മാങ്കാവ്, കോഴിക്കോട് സൌത്ത്, നോർത്തിലൊക്കെ കുറെ ബോർഡുകൾ രാഘവൻ കള്ളനാണ്, അദ്ദേഹം ഏതൊരു അഴിമതി നടത്തിയെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനം 16,000ത്തിലേക്ക് കൊടുത്തു. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ DP ഒക്കെ രാഘവൻ കള്ളനാണ് എന്നായിരുന്നു. അത് വലിയ നേതാക്കന്മാർ മുതൽ ചെറിയ ആളുകൾ വരെ രാഘവൻ കള്ളനാണ്. അന്ന് നടക്കാവ് പോലീസ് രാഘവേട്ടനെതിരെ കേസെടുത്തു, FIR ഇട്ടു. രാഘവേട്ടനെതിരെ പോലീസ് നടപടികളിലേക്ക് കടക്കുന്നു. ജയിച്ചാൽ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു. രാഘവേട്ടൻ നടക്കാവ് സ്റ്റേഷനിലേക്ക് വരുന്ന ചിത്രമൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചു. പിന്നീട് കഴിഞ്ഞ 5 വർഷവും ആ FIR എവിടെ പോയി എന്ന് പോലും കണ്ടിട്ടില്ല. ജനങ്ങളുടെ കോടതിയിൽ അന്നേ രാഘവേട്ടൻ ജയിച്ചത് 86,000 വോട്ടുകൾക്കാണ്. അത് തുടരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. CPM പ്രതിനിധി, കോഴിക്കോട് ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ 6 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിനകത്ത് BJPയുടെ എല്ലാ നടപടികളെയും കോൺഗ്രസ് കൂടെ നിന്ന് പിന്തുണച്ചപ്പോൾ അതിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ എളമരം കരീമിനെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ. 2, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിനെ കുറിച്ചെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറി. 1, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ആവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. 2, ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ എൻട്രി അത്ര സുഖകരമായില്ല, അല്ലെങ്കിൽ അത്ര ഓളം ഉണ്ടാക്കിയില്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. 3, കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല. അവർ പറയുന്നത് 2004 ആവർത്തിക്കുമെന്നാണ്. 2004 പ്രത്യേകത
ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു സർക്കാർ കേരളത്തിൽ 18 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു. 3, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പൌരത്വ ഭേദഗതി. പൌരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാടുമില്ല. കേരളത്തിൽ ഉൾപ്പെടെ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ ആശങ്കയിൽ നിൽക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു വാക്ക് പ്രകടന പത്രികയിൽ പറയാൻ വേണ്ടി പോലും കോൺഗ്രസ് തയ്യാറായില്ല. അത്തരമൊരവസ്ഥയിൽ കേരളത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. 5ാമത്തെ കാര്യം ഇലക്ട്രൽ ബോണ്ട്. ഈ രാജ്യത്തെ വിറ്റ് കോടികളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. പരകാല പ്രഭാകർ പറഞ്ഞതുപോലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അഴിമതി 2 കൂട്ടരും അതിൽ പങ്കാളികളായിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തത് 3 രാഷ്ട്രീയ പാർട്ടികളാണ്, CPIM, CPI, CPIML. മറ്റ് പല പാർട്ടികളും തങ്ങൾക്ക് എത്ര ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം ലഭിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുത്തപ്പോൾ കണക്ക് കൊടുക്കാത്ത 2 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. 1 കോൺഗ്രസ്, 2 BJP. ഈ രാജ്യത്തെ വിറ്റ് ഉണ്ടാക്കിയ പണം ഉപയോഗിച്ചാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നു. കഴിഞ്ഞ 15 വർഷക്കാലം കോഴിക്കോടിന് നഷ്ടപ്പെട്ടതാണെന്ന് ഈ കോഴിക്കോട്ടെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഒരു വികസന പ്രവർത്തനവും MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മുൻകൈയിൽ ഈ കോഴിക്കോട്ട് നടത്താനായിട്ടില്ല. MP എന്നുള്ള നിലയിൽ MP ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ താൻ സ്വന്തമായി തന്റെ മുൻകൈയിൽ കൊണ്ടുവന്നതെന്ന് പറയാൻ വേണ്ടി പറ്റാവുന്ന ഒരു സാധനവും ഇല്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. 2007 ശ്രീമതി ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാവുന്ന കാലത്ത് കൊടുത്തൊരു പ്രൊജക്ട്. ആ പ്രൊജക്ട് 2011 7 മെഡിക്കൽ കോളേജുകളുടെ ഫേസ് 3 അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അനുമതി തന്നു. അതിന്റെ പണി പിന്നീട് വന്ന UDF ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. അതിനുശേഷം വന്ന പിണറായി വിജയൻ സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും 80 കോടി സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും വെച്ച് അത് പൂർത്തിയാക്കി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 15 വർഷം മുമ്പേയുള്ള അതേ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോഴും കാണാവുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവകാശവാദം അവിടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും എക്സലേറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഈ കോഴിക്കോട് നഗരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നതിന് വേണ്ടി സൗജന്യമായി എസ്കലേറ്ററും ലിഫ്റ്റുമുള്ള നഗരമാണ് ഈ കോഴിക്കോട് നഗരം. അവിടെയാണ് 11 കൊല്ലം മുന്നുള്ള എസ്കലേറ്ററിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളയിലെ ഒരു ഹാർബറിനെ കുറിച്ചുള്ള വലിയ അവകാശവാദം ഉന്നയിക്കുന്നു. വെള്ളയിലെ ഹാർബർ കൊണ്ടുവന്നത് എസ് ശർമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത്. പിന്നീട് UDF വന്നു, ഒന്നും ചെയ്തില്ല. 29 കോടി രൂപ LDFന്റെ സർക്കാർ മുടക്കി. അതിന്റെ മുകളിൽ അത് പൂർത്തീകരിച്ചു. മേഴ്സിക്കുട്ടിയമ്മ അത് ഉദ്ഘാടനം ചെയ്തു. ഈ നിലയിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ MP ഫണ്ട് ഉപയോഗിച്ചത് ഉൾപ്പെടെയുള്ള കാര്യം പരിശോധിച്ചാൽ വട്ടപൂജമായിരുന്നു ഈ പറയുന്ന ഏട്ടൻ. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചടി. അതാണ് LDFന്റെ അവകാശവാദം. ഗണേഷ്, ദേശീയ രാഷ്ട്രീയം സ്വാഭാവികമായും വലിയ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പാണ്. നിരവധി കാര്യങ്ങൾ BJPക്ക് പറഞ്ഞു വെക്കാനുമുണ്ട്. കോഴിക്കോട്ടുകാരോട് എന്താണ് BJPക്ക് പറയാനുള്ളത്? എന്തിന് MT രമേശിന് കോഴിക്കോട്ടുകാർ വോട്ട് ചെയ്യണം? രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് രാജ്യം ലോകത്തിലെ തന്നെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന സാഹചര്യം. അതെങ്ങനെ ഉണ്ടായി? നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ കോഴിക്കോട് നഗരത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കോഴിക്കോട് നിന്ന് മാറുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം ഈ നഗരത്തിലും നടത്തിയിരിക്കുന്ന പ്രവർത്തനം. ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരാൻ പോകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പുതിയ തലത്തിലേക്ക് ഉയരുന്നു. അങ്ങനെ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് നഗരം പോലും വലിയ ഒരു പൈതൃക പദ്ധതിയിലേക്ക് മാറുന്ന തരത്തിലേക്ക് ഈ അമൃത കാലഘട്ടത്തിൽ മാറുന്നു എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികസനം. ഇവിടെ കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ 10 വർഷം മൻമോഹൻ സിംഗ് ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ MP മാരുണ്ടായിരുന്നു. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലഘട്ടത്തിലും അതേപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇവിടെ കോഴിക്കോട് നിന്ന് നരേന്ദ്രമോദിക്ക് എതിരെ കൈപൊക്കുന്ന MP ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഇവരുടെ കാലഘട്ടത്തിൽ, നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലല്ല, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഈ MPക്ക് ഈ നഗരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടുത്തെ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന റെയിൽവേ സ്റ്റേഷനും ദേശീയപാത വികസനവും മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഇവിടുത്തെ MPക്ക് കാണിക്കാനുള്ളത്. ഇവിടുത്തെ MP എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫ്ലക്സ് അടിച്ചു വെക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമുള്ള MP ആണ് കോഴിക്കോട്ടെ MP എന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്
നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു MP യെ തെരഞ്ഞെടുക്കണോ, അതോ നരേന്ദ്രമോദിക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ കൂടെ വികസന പ്രവർത്തനങ്ങളിൽ, കോഴിക്കോടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കോഴിക്കോട് ഒരു ലോക നിലവാരത്തിലേക്കുള്ള നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പങ്കുവഹിക്കുവാൻ പറ്റുന്ന MT രമേശിനെ പോലെയുള്ള ആളുകളെ തെരഞ്ഞെടുക്കണോ എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. അത് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വലിയ പ്രതീക്ഷ, ഈ ലോകം മുഴുവൻ നടക്കുന്ന മാറ്റം, രാജ്യത്ത് മുഴുവൻ നടക്കുന്ന മാറ്റം, അത് കോഴിക്കോട്ടെ ജനങ്ങൾക്കും തിരിച്ചറിയാൻ സാധിക്കും. അതിന് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, ഇനി 3 അതിഥികൾക്കും പരസ്പരം ഓരോ ചോദ്യങ്ങൾ വീതം ചോദിക്കാം. ചുരുക്കി ചോദിക്കണം. ആദ്യം നിജേഷിലേക്ക്. ആരോടാണ് ചോദ്യം എന്ന് പറഞ്ഞു? അതെ, അത് 2004 ആവർത്തിക്കുമെന്നാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പറയുന്നത്. പക്ഷേ 2004 കേരളത്തിൽ സംഭവിച്ചെന്താണെന്ന് അറിയാം. അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. 2004 68 MP-മാരുമായി CPM ഞങ്ങളെ പിന്തുണച്ചിരുന്നു. 68 67 എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നിർഭാഗ്യവശാൽ CPM അതിന്റെ പകുതി സീറ്റുകളിലെ മത്സരിക്കുന്നുള്ളൂ എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല, അത് CPM-ന്റെ മാത്രം പ്രശ്നമാണ്. 1. 2, രാഘവേട്ടന്റെ വികസന പദ്ധതികൾ എന്റെ പ്രിയ സുഹൃത്ത് ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞു. ഗിരീഷിനും എനിക്കും നമുക്ക് ഒരുമിച്ച് പോയി കാണാം. എസ്കലേറ്ററൊക്കെ ഞങ്ങൾ പണ്ട് പറഞ്ഞ ഗിരീഷെ, നാട്ട് കാണാത്ത സമയത്ത് ഇന്ന് പുതിയ പദ്ധതികളെ പറ്റിയാണ് പറയുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെയും മെഡിക്കൽ കോളേജിലെയും വികസനം നേരിട്ട് കാണാൻ തയ്യാറാണ്. കഴിഞ്ഞ കുറേ ചർച്ചകൾ ഞാനും ഗിരീഷും ഒരുമിച്ച് ചേർന്നപ്പോൾ ഗിരീഷിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്ന് MP ഫണ്ട് ലാപ്സാക്കി എന്നായിരുന്നു. ഞാൻ അതിന്റെ രേഖകളുമായി ഗിരീഷിനോട് പരസ്യമായി ഒരു ചർച്ചയ്ക്കകത്ത് MP ഫണ്ട് ലാപ്സാക്കി എന്ന് തെളിയിച്ചാൽ പ്രിയപ്പെട്ട രാഘവേട്ടന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം എന്ന വെല്ലുവിളി നടത്തിയിരുന്നു. അത് പ്രിയപ്പെട്ട ഗിരീഷ് ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ചർച്ചയ്ക്കകത്ത് ആ ന്യൂസ് കൊടുത്ത ചാനലിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് മിസ്റ്റർ ഗിരീഷ് ചോദിച്ചത്. ഞാൻ ആ കണക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. 100% MP ഫണ്ട് വിനിയോഗിച്ച ഈ തവണയല്ല, കഴിഞ്ഞ 3 തവണയും ഈ തവണ 17.80 കോടി രൂപയാണ്. 17 കോടിയാണ്. പലിശയടക്കം 17.80 കോടി രൂപയുടെ AS ഭരണ അനുമതി നേടിക്കഴിഞ്ഞു. ഇനി സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഇനി ഗിരീഷ് പറഞ്ഞ അടുത്ത CA-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഗിരീഷ് ഞാൻ അയച്ചു കൊടുക്കാൻ നമ്പർ എന്റെ കയ്യിലില്ല. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ 2ാമത്തെ പേജിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15, 16, 17, 18 എന്നിവ ശക്തമായി നിലനിർത്തും. അതിനാണ് നമ്മുടെ ജാതി മത വ്യത്യാസമില്ലാതെ പരിഗണിക്കും എന്ന് പറയുന്നത്. അടുത്തത് അതിന്റെ 22ാമത്തെ പേജിൽ, അതും ഗിരീഷ് വായിക്കണം. ആ ഗിരീഷ് വായിച്ച് അതിനെ അഭിപ്രായം പറയണം. അത് പബ്ലിക്കിനോട് അഭിപ്രായം പറയാൻ വേണ്ടി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും അഭിപ്രായം പറയാം. അതിലൊരു ഖണ്ഡിക തന്നെ ഉള്ളത് റിവേഴ്സിംഗ് ദ ഡാമേജ് എന്നാണ്. റിവേഴ്സിംഗ് ദ ഡാമേജ്, അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് BJP ഗവൺമെന്റ്, ഗണേഷിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയ ജനവിരുദ്ധങ്ങളായ, മതവിരുദ്ധങ്ങളായ, ജനാധിപത്യ വിരുദ്ധങ്ങളായ എല്ലാ നിയമങ്ങളെയും തിരിച്ച് കൊണ്ടുവരും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഹെഡിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ ഞങ്ങൾ പ്രയാസമില്ല. CA-യുടെ കാര്യത്തിൽ എനിക്ക് ഗിരീഷിനോട് ഞാൻ നേരത്തെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു. ഞങ്ങളൊക്കെ CA-ക്കെതിരെ സമരം ചെയ്ത ആളുകളാണ്. ഞങ്ങൾ സമരം ചെയ്ത സമയത്ത് ഞാനടക്കമുള്ള ആളുകളെ, കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാക്കളെ, ഞാനടക്കമുള്ള DC പ്രസിഡന്റും KPC ജനറൽ സെക്രട്ടറിയും വനിത ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു സമരത്തിന്റെ പേരിൽ പോസ്റ്റ് ഓഫീസ് ഒന്ന് തള്ളി തുറന്നു എന്നതിന്റെ പേരിൽ 57 പേരെ 4 ദിവസം ജയിലടച്ചിരുന്നു സഖാവ് പിണറായി വിജയന്റെ പോലീസ്. ഞങ്ങൾ നോക്കിയപ്പോൾ CSF അല്ലായിരുന്നു അറസ്റ്റ് ചെയ്തത്, BSF അല്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ പറഞ്ഞത് കേസൊക്കെ പിൻവലിക്കുമെന്ന്. ഞങ്ങൾ അത് വിശ്വസിച്ചു കാത്തുന്നു. പക്ഷേ 2.5 കൊല്ലം ഞങ്ങൾ കേസ് നടത്തിയിട്ടാണ് വിജയിച്ചത് എന്ന് മാത്രമല്ല, ആ കേസിൽ ഓരോ തവണയും സാക്ഷി പറയാൻ വന്നത് നടക്കാവ് SI, നടക്കാവ് CI, കസബ SI, കസബ CI എന്നിവരായിരുന്നു. അവരൊക്കെ ഞങ്ങൾക്കെതിരെ, ഞങ്ങൾ വിചാരിച്ചു ആ കേസിന്റെ ആ ഘട്ടം വന്നാലെങ്കിലും പോലീസുകാരൊന്ന് മൊഴി മാറ്റി പറയും. എന്നാൽ അവിടെ വന്നു T സിദ്ദീഖ്, ഞങ്ങൾക്ക് പരിചയമുണ്ട്, ആ പ്രവീൺ കുമാർ ഞങ്ങൾക്കറിയാം, വിദ്യാഭ്യാസം ഞങ്ങൾ അറിയാതെ ഇവർ തന്നെയാണ് ചെയ്തത്. അവസാനം മജിസ്ട്രേറ്റ് ചോദിച്ചു 57 ആളുകൾ എങ്ങനെയാണ് ഈ ചെറിയ ഗേറ്റ് ഒരുമിച്ച് തള്ളി നോക്കുക, 2000 രൂപയുടെ നഷ്ടമാണ് നിങ്ങൾ കാണിച്ചത്, 57 ആളുകൾക്ക് 4 ദിവസം ഭക്ഷണം കൊടുക്കാൻ തന്നെ ഇതിനേക്കാളേറെ പൈസ ചെലവായല്ലോ എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഗിരീഷ്, ഞാനിതൊരു ചർച്ചയിൽ പറഞ്ഞ സമയത്ത് ഗിരീഷ് പറഞ്ഞു അത് KSRTC ബസ് എറിഞ്ഞു തകർത്തിട്ടാണ്. അന്ന് ഞാൻ ഗിരീഷോട് പറഞ്ഞിരുന്നു KSRTC ബസ് തകർത്തതിന്റെ പേരിലാണ് ഞങ്ങൾ 57 പേരെ CA സമരത്തിന്റെ പേരിൽ ജയിലടച്ചത് എങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഗിരീഷിനോട് ആ വെല്ലുവിളി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സംഘപരിവാറിന് വേണ്ടി CA സമരകാലത്ത് വിടുപണി ചെയ്യുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്ത ആളുകൾ. എന്റെ ചോദ്യം, ഇനി അവസാനത്തെ ചോദ്യം, 15 വർഷം രാഘവേട്ടൻ ജനപ്രതിയായിരുന്നു, 21 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും ജനപ്രതിയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ എന്റെ നാട്ടിൽ കിനാലൂരിൽ
ഓഗസ്റ്റ് മാസം 24 തീയതി അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പത്രസമ്മേളനം നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, കിനാലൂരിലെ 500 ഏക്കർ സ്ഥലത്ത് ഉപഗ്രഹ നഗരം കൊണ്ടുവരും, 1000 ഏക്കർ സ്ഥലത്ത് ടെക്സ്റ്റൈൽ സിറ്റി കൊണ്ടുവരും, 500 ഏക്കർ സ്ഥലത്ത് ഫുട്വിയർ സിറ്റി കൊണ്ടുവരും, അടുത്ത 500 ഏക്കർ സ്ഥലത്ത് ഫുഡ് സിറ്റി കൊണ്ടുവരും, അടുത്ത 500 ഏക്കർ സ്ഥലത്ത് IT സിറ്റി കൊണ്ടുവരും, അടുത്ത 500 ഏക്കർ സ്ഥലത്ത് സ്പോർട്സ് സിറ്റി കൊണ്ടുവരും. അതിനുശേഷം 1 വർഷക്കാലം അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു. 8 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചു. അതിൽ ഏതെങ്കിലും ഒരു സിറ്റി വന്നോ? ചക്കിട്ടപാറയിലെ MSPL കമ്പനികൾക്ക് VS അച്യുതാനന്ദൻ, സാക്ഷാൽ സഖാവ് VS അച്യുതാനന്ദൻ കരിമ്പട്ടികയിൽ പെടുത്തി എന്ന് പറഞ്ഞ ആ MSPL ക്ഷണിച്ചുകൊണ്ടുവന്നതിന്റെ ചോദ്യം, ഒറ്റ ചോദ്യം കൂടി മാത്രം. കോഴിക്കോട് ഇന്നൊരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു. നമ്മൾക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഉയർത്തിക്കാണിക്കുന്ന സമയത്ത് അതിന്റെ ICUവിനകത്ത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അവിടുത്തെ ജീവനക്കാർ. നമ്മളൊക്കെ ആ സ്ത്രീയെ അതിജീവിത എന്ന് പേരിട്ട് വിളിച്ചു. നമ്മുടെ സഹോദരി, ഒരു ക്ലീഷേ പേര്. പ്രതികളായ ആളുകൾ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്താണ്. ആ പാവം രോഗിക്ക് ഒപ്പം നിന്നു ചില ജീവനക്കാർ. അതിൽ അനിത എന്ന് പറയുന്ന ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി കൊടുത്തതിന്റെ പേരിൽ അവരെ ട്രാൻസ്ഫർ കൊടുത്തു ഇടുക്കിയിലേക്ക്. അവർ ഹൈക്കോടതിയിൽ പോയി ട്രാൻസ്ഫർ സ്റ്റേ ചെയ്യിച്ചു. അവർ തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജും സർക്കാരും അതിന് അനുവദിച്ചില്ല. ഹൈക്കോടതിയിൽ ഈ അനിതയ്ക്കെതിരെ റിവ്യൂ പെറ്റീഷൻ പോയി. ഞങ്ങൾ 5 ദിവസം അവർ സമരം ചെയ്തപ്പോൾ കോഴിക്കോട് MP MK രാഘവേട്ടൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF, CPM, ഗിരീഷ് സ്ഥാനാർത്ഥി ഈ വിഷയത്തിൽ എടുത്ത നിലപാട്. മറുപടി രണ്ട് ചോദ്യങ്ങളാണ്. യെസ്, ഒന്ന്, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നതല്ല, മാതൃഭൂമി പത്രം കൃത്യമായി എഴുതിയിട്ടുണ്ട്. 414 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് നടുവിലെ ഒന്നൊഴിവായി 44ലേക്ക് എത്തി. ഭൂരിപക്ഷം കിട്ടേണ്ട സീറ്റുകളിൽ കെട്ടിവെച്ച പൈസ കിട്ടാത്ത സീറ്റുകളിൽ ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് ഒരു 100 സീറ്റെങ്കിലും കോൺഗ്രസിന് ഒപ്പിക്കാൻ വേണ്ടി പറ്റാവുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല. BJPയുമായി ഏറ്റുമുട്ടാൻ പേടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ വേണുഗോപാലും കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ട് CPMന്റെ കണക്കും കോൺഗ്രസിന്റെ കണക്കും കൂടി നമ്മൾ കൂട്ടണ്ട. 2, ഇവിടെ പറഞ്ഞ കുറെ പ്രശ്നങ്ങൾ. CAA സമരം. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാടുണ്ടാവില്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പത്രപ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രസിഡന്റോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ നിലപാട്? അപ്പൊ പറയുന്നു, നാളെ ആലോചിച്ച് പറഞ്ഞു തരാം. തമാശയാക്കുകയാണ് പത്രക്കാരെ. ഇതുവരെ അവർക്ക് നേരം വെളുത്തില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറയട്ടെ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങളുടെ മുൻകൈയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായാൽ CAA ഭേദഗതി നിയമം ഞങ്ങൾ ഇല്ലാതെയാക്കും എന്ന് പറയട്ടെ. ഇതുവരെ പറഞ്ഞിട്ടില്ല. 2, 3 പറയാം, നമുക്ക് പറയാം. നിജേഷ് പറയുമ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, ഞാൻ പറയാം, എന്നെ പറയാൻ സമ്മതിക്കി. മിണ്ടണ്ട. യെസ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതിനെതിരായി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു, ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതിനെതിരാണ് പറഞ്ഞിട്ടില്ല. നിജേഷിനോട് എന്റെ ഒരു ചോദ്യം, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ആര്? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കാതിരിക്കാൻ ഈ കോഴിക്കോട്ട്, നേരത്തെ പറഞ്ഞല്ലോ, ചരിത്രമുറങ്ങുന്ന കോഴിക്കോട്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും കൃഷ്ണപിള്ളയും ആ ത്രിവർണ പതാക സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ കൊടുപ്പെടാതെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുന്നിലെ ബാനറ്റിന്റെ കുത്തേറ്റ് ഈ കടപ്പുറത്ത് പിടഞ്ഞു വീണത്. ആ പതാക രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോ പൂഴ്ത്തിവെച്ചു. എന്തിന്? മുസ്ലിം ലീഗിന്റെ പതാക കണ്ടാൽ അത് മറ്റു നിലയിലേക്കാവും, അതിനെ പേടിക്കുന്നു. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം. എന്തിനാ നിങ്ങൾ മുസ്ലിം ലീഗിനെ നിങ്ങൾ സഖ്യകക്ഷിയാക്കുന്നു, SDPIയെ നിങ്ങൾ സഖ്യകക്ഷിയാക്കുന്നു, അവരുടെ പതാക നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ആ നിലയിലേക്ക് കോൺഗ്രസിന്റെ അവസരവാദ നിലപാട് ജനങ്ങൾ തിരിച്ചറിയും. കിനാലൂർ എസ്റ്റേറ്റിലേക്കുള്ള റോഡിനെതിരായിട്ട് ആരാ സമരം ചെയ്തത്? നിജേഷേ, VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് കിനാലൂർ പ്രോജക്ടിനെതിരായി ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങൾ സമരം ചെയ്തു. ആ പദ്ധതി തകർത്തു. ഈ കോഴിക്കോട് നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കുന്ന ചരിത്രം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പൊ ആവിക്കലും കോതിയിലും ഉൾപ്പെടെ ഈ കോഴിക്കോട് നഗരത്തിന്റെ ശുചിത്വ നഗരത്തിന് വേണ്ടി തയ്യാറാക്കിയ 2 പ്രോജക്ടുകൾ, ആ 2 പ്രോജക്ടുകളും തകർക്കാൻ സമരത്തിന് നിങ്ങൾ നേതൃത്വം നൽകി. ഈ കേരളത്തിനകത്ത് ഇതേപോലെ NH നിങ്ങൾ സംയുക്തമായിട്ട് സമരം ചെയ്തു, തകർക്കാൻ ശ്രമിച്ചു. ഗെയിൽ പൈപ്പ് ലൈൻ നിങ്ങൾ സംയുക്തമായി സമരം ചെയ്ത് തകർക്കാൻ ശ്രമിച്ചു. വിഴിഞ്ഞം തുറമുഖം അവസാന ഘട്ടം അവിടെ കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടായപ്പോ കോൺഗ്രസ് അവരോടൊപ്പം ചേർന്നു, കലാപകാരികളോടൊപ്പം ചേർന്നു, അത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചു. കൂടംകുളം താപനിലയത്തിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരുന്ന പവർ ഗ്രിഡ്
ആ പവർ ഗ്രിഡ് തകർക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി. ഇതിനെല്ലാം അതിജീവിച്ചിട്ടാണ് വർത്തമാനകാല കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോയത്. ഇപ്പൊ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു, പെൻഷൻ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ കേരളത്തിൽ എന്തെല്ലാം വികസനങ്ങൾ നടക്കുന്നുവോ അതിനെയെല്ലാം തകർക്കുന്ന നിലപാടാണ് നിങ്ങൾ എടുത്തത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന കിനാലൂർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് ഒരു കാര്യം പ്രധാനപ്പെട്ട ചോദ്യം, CIAക്കെതിരായിട്ടുള്ള സമരം. CIAക്കെതിരായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തുന്നു. പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തി എന്തിനാ അതിന്റെ ഗേറ്റ് പൊളിക്കാൻ പോകുന്നത്? പോട്ടെ, നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ പൊളിച്ചു. ഈ നിങ്ങൾക്കെതിരായിട്ടുള്ള കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് PDPP ആണല്ലോ. PDPP ആക്ട് എന്തിനാ ഉപയോഗിച്ചത്? പോലീസിനെ ആക്രമിച്ചു, അതിന്റെ അപ്പുറത്ത് PWD ഓഫീസിലേക്ക് ഉൾപ്പെടെ നിങ്ങൾ കല്ലെറിഞ്ഞു. അതിന്റെ ഭാഗമായി ഉണ്ടായ പൊതുമുതൽ നശിപ്പിക്കൽ, അതിന്റെ ഭാഗമായിട്ട് കേസ് ചാർജ് ചെയ്തത്. പിൻവലിക്കാൻ വേണ്ടി പറ്റാവുന്ന എല്ലാ കേസുകളും പിൻവലിച്ചിട്ടുണ്ട്. ഇതിൽ PDPP ഉള്ളതുകൊണ്ട് അത് പിൻവലിക്കേണ്ടത് കോടതിയാണ്. കോടതിയിൽ അത്തരമൊരു നിങ്ങളൊരു അപേക്ഷ കൊടുത്ത് പിൻവലിക്കാനുള്ള അപേക്ഷ സർക്കാരിന് കൊടുത്ത് അത് പിൻവലിക്കുന്നതിന് വേണ്ട ഓർഡർ സർക്കാർ ഇറക്കി കോടതിയിലെത്തിയാൽ സർക്കാരിന്റെ വക്കീൽ അതിനെ അനുകൂലിക്കുന്ന പ്രശ്നമില്ല. 3 പറയട്ടെ, ഒരു ചോദ്യം കൂടി. മെഡിക്കൽ കോളേജിലെ പ്രശ്നം. മെഡിക്കൽ കോളേജിലെ പ്രശ്നം എന്താ? മെഡിക്കൽ കോളേജിൽ ഒരു യുവതിയെ അതിജീവതയെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ജീവനക്കാരൻ പീഡിപ്പിച്ചു. അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഈ അതിജീവതയെ അയാൾക്ക് അനുകൂലമായി അവിടെയുള്ള ഈ പ്രതിക്ക് അനുകൂലമായി പറയാൻ ഒരു കൂട്ടം ജീവനക്കാർ അതിജീവതയിൽ സമ്മർദ്ദം ചെലുത്തി. ഇവരാണ് പരാതി കൊടുത്ത, ഈ അതിജീവതയാണ് പരാതി കൊടുത്തത്. എന്റെ മുകളിൽ ഇങ്ങനെ 4-5 ജീവനക്കാർ വന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് കോൺഗ്രസ് യൂണിയന്റെ അവിടുത്തെ യൂണിയന്റെ പ്രസിഡന്റായ നിങ്ങൾ പറയുന്ന ഈ ജീവനക്കാരി. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഞങ്ങൾ എന്തിനു പോകണം? ഞങ്ങൾ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അവിടെ ഈ പറയുന്ന പാവം പെൺകുട്ടി അവരെ ഇപ്പുറത്ത് നിങ്ങളുടെ പ്രലോഭത്തിന് വാങ്ങി അപ്പുറം നിന്നോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അവിടെ മെഡിക്കൽ കോളേജിനകത്ത് ഒരു രോഗിക്കെതിരായി ഒരു ജീവനക്കാരന്റെ നേതൃത്വത്തിൽ പീഡനം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികൾക്കെതിരായും നിയമ നടപടി സ്വീകരിക്കുന്നു, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു. എന്നിട്ട് ആ പ്രതിയെ സംരക്ഷിക്കാൻ സമരം ചെയ്യുക. ആ സമരം ചെയ്തതിന് ഞങ്ങൾ MP-യും ഞങ്ങൾ പോയിട്ട് സമരത്തിന് കൂട്ടുനിൽക്കണം. ഈ വിഷയങ്ങളിലൊക്കെ ഗണേശനും ചോദിക്കാനുണ്ടാകും. ഒപ്പം ഗണേശന് അഭിപ്രായം പറയാം. പ്രധാനപ്പെട്ട കോഴിക്കോടിനെ ബാധിക്കുന്ന 2-3 വിഷയങ്ങളാണ് ചർച്ചയ്ക്ക്. CA വിഷയമുണ്ട്, അത് പ്രധാനമാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ഇലക്ഷന്റെ പ്രത്യേകത 4, 40, 400 എന്നതാ. ഒരു സംഘടന 4 സീറ്റെങ്കിലും കിട്ടിയാൽ മരപ്പെട്ടിയോ അല്ലെങ്കിൽ ഇനാം പേച്ചിയോ ഒക്കെ അവരുടെ ചിഹ്നം ഒഴിവാക്കുവാൻ വേണ്ടി മത്സരിക്കുകയാണ്. മറ്റൊരു ടീം ഇവിടെ 40 സീറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 400 സീറ്റിനാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അരുണാചലിൽ ഇലക്ഷൻ നടന്നു. അരുണാചലിൽ പത്രിക സ്വീകരിച്ചു. അവിടെ BJPക്കെതിരായി മത്സരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കുവാൻ അരുണാചൽ പ്രദേശിലേക്ക് പോയിക്കൂടായിരുന്നു? എന്താ മത്സരിക്കാൻ പോവാതിരുന്നത്? അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് പോയിക്കൂടായിരുന്നു? ഇവിടെ യെച്ചൂരിയും ബൃന്ദ കാരാട്ടിനെയും പോലെയുള്ള ആളുകൾ അവർക്ക് ഈ അരുണാചൽ പോയി മത്സരിച്ചൂടായിരുന്നോ? അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയിലെ ജനങ്ങൾ വലിയ തോതിൽ BJPയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ട് വിവിധ മേഖലകളിലുള്ള ആളുകൾ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഉദാഹരണമാണ് നേരത്തെ കോഴിക്കോട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. കോഴിക്കോട് നടക്കുന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളിലൊന്നാണ് ദേശീയപാത വികസനം. എത്ര കാലം ഇവിടെ നിന്നു പോയിട്ടുണ്ടായിരുന്നു? എന്നാൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പാതകളിലേക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന 6 വരി ദേശീയപാത അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിന്റെ ഒരു ഭാഗം നമ്മുടെ ഈ തലശ്ശേരി ഭാഗത്തുണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വേഗതയാർന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ വികസനം, സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും വലിയ കോഴിക്കോട്ടെ മലബാറിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടെ ഈ മെഡിക്കൽ കോളേജിനെയാണ്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് യാതൊരുവിധ വികസനവുമില്ലാതെ വളരെ സാധാരണക്കാരായിട്ടുള്ള രോഗികളെ കഷ്ടപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും നല്ല നിലയിൽ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുകയും ഏറ്റവും മികച്ച കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനും നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്.
അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നത് മാത്രമാണ് CAA പോലെയുള്ള കാര്യങ്ങൾ. എന്തിനാണ് CAAക്കെതിരെ ഈ കോഴിക്കോട് നഗരത്തിൽ സമരങ്ങൾ നടക്കുന്നത്? എന്താ തിരുവനന്തപുരത്ത് കാണാനില്ലല്ലോ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ കാണാനില്ലല്ലോ? എന്താ കോഴിക്കോട് മാത്രം ഇങ്ങനെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്? പാലസ്തീൻ വിഷയം വന്നാൽ പാലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. എന്താ കോഴിക്കോട് മാത്രം ഇത്ര പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞ സാധാരണക്കാരന്റെ വിഷയങ്ങളില്ല. ഇന്നലെ മാതൃഭൂമിയിൽ വന്ന ഒരു ഫോട്ടോ, മാതൃഭൂമിയിൽ SK പൊറ്റക്കാടിന്റെ പ്രതിമ, ആ ഒരു പ്രതിമയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം രാജ്യത്ത് പ്രതിമ നിർമ്മാണമൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിമ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച ആളുകളാണ്. നമ്മുടെ നഗരത്തിന്റെ ഏറ്റവും വലിയൊരു എഴുത്തുകാരന്റെ ഒരു പ്രതിമ പോലും, അത്രയും വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു നഗരം, ആ പ്രതിമ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളത് എന്നതാണ്. എന്നാൽ ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കിയ സമയത്ത് പട്ടിണി മാറുമോ എന്ന് ചോദിച്ചപ്പോ കടക്കാം. തുടക്കത്തിൽ ഇനി പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ആദ്യം നമുക്ക് ദേശീയ വിഷയങ്ങളും തുടങ്ങണം. നിങ്ങൾക്ക് സ്വാഭാവികമായും കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ചോദ്യങ്ങൾ കാണും. പക്ഷേ നമുക്ക് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ ആദ്യം ദേശീയ വിഷയങ്ങളിൽ നിന്ന് ആരോടാണ് ചോദിക്കുന്നത് പറയണം? കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ 17 ലോക്സഭ ഇപ്പോൾ കഴിയാൻ വേണ്ടി പോകുകയാണല്ലോ. ആ 17 ലോക്സഭക്കകത്ത് 44ഓളം MP നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പം 18 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ആ പ്രകടന പത്രികയിൽ റിവേഴ്സിംഗ് ഡാമേജ് എഴുതി വച്ചിരിക്കുക. ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും ചവിട്ടി മെതിച്ച ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ നിലവിലുള്ള സഭയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിന്റെ MP എവിടെ പോയി? എന്തൊക്കെ നിയമനിർമ്മാണങ്ങൾ നടത്തി? NIA ഭേദഗതി ആക്ട്, അതേപോലെ തന്നെ UAPA ഭേദഗതി ആക്ട്, പൌരത്വ ഭേദഗതി നിയമം, അതേപോലെ തന്നെ മുത്തലാഖ് ബില്ല്. ഇതിലൊന്നും ഒരു നിലപാട് സ്വീകരിക്കാനോ അവിടെ അതിനെതിരായി പ്രതികരിക്കാനോ നിങ്ങളുടെ ഒരു MP കണ്ടിട്ടില്ല. UDFന്റെ MP വിമാനം വൈകി. ചോദ്യം വ്യക്തമാണ്. ഒരു ചോദ്യം കൂടി ഉത്തരം പറഞ്ഞു. അതിലേക്ക് വരാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നിജേഷ് മറുപടി. കഴിഞ്ഞ ലോക്സഭയ്ക്കകത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇല്ലായിരുന്നു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ട്, താങ്കളുടെ നേതൃത്വം സീതാറാം യെച്ചൂരിക്കുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഒന്ന്. 2, UAPA എന്തോ എഴുതി വെച്ചെന്നല്ല, കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തേക്ക് വിട്ട് ആളുകൾക്ക് അഭിപ്രായം പറയാം, താങ്കൾക്കും അഭിപ്രായം പറയാം. UAPA ഇല്ലാതാക്കുമെന്നാണ് CPMന്റെ പ്രകടന പത്രികയ്ക്കകത്തുള്ളത്. പ്രിയ സുഹൃത്തെ, ഇതേ UAPA വെച്ചിട്ടാണ് നിങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരനും നിങ്ങളുടെ സഹപ്രവർത്തകനും സഖാവുമായിരുന്ന അലനെയും താഹയെയും ജയിലിലടച്ചത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? 14 ആദിവാസികളെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്നത് ഇതേ പിണറായി വിജയൻ ഗവൺമെന്റ് ഈ കേരളത്തിലായിരുന്നു. അവർക്കെതിരെ UAPA ചുമത്തിയത് ഈ കേരളത്തിലായിരുന്നു. അത്ര വലിയ മോശം നിയമമാണെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് പിണറായി വിജയൻ അല്ലായിരുന്നോ? ചോദ്യം. ഇനി നേരത്തെ പറഞ്ഞ പ്രാദേശിക വിഷയത്തിലേക്ക് പോകുന്നില്ല, പക്ഷെ ഒറ്റ കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിഷയത്തിൽ അതിജീവിത അവസാനം വന്ന് പത്രസമ്മേളനം നടത്തിയത് അനിതയ്ക്കൊപ്പം അരുതറൊന്നും ഞാൻ പറയുന്നില്ല. ഇനി കിനാലൂർ സമരം ഞങ്ങൾ ചെയ്ത് 2010 മെയ് മാസം 4, ഗിരീഷ് ഓർമ്മിച്ചു വെച്ചോ? ആ സമരത്തിന് അന്ന് മെഡിക്കൽ കോളേജിലുള്ള ഞങ്ങൾക്കെതിരെ പോലീസ് വട്ടമിട്ടപ്പോൾ ആ കേസ് വിത്ഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കരുത് എന്ന് പറഞ്ഞത് സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. എളമരങ്കരിയും പത്രസമ്മേളനം നടത്തിയത് 2010 ഓഗസ്റ്റ് മാസം 24. ഞങ്ങളുടെ സമരം 2010 മെയ് മാസം 4 ചെയ്തതുകൊണ്ടാണോ 2010 ഓഗസ്റ്റ് മാസം 24 നിങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾ ഇല്ലാതായി പോയത്? ഇത്ര മാത്രമേ ഉള്ളൂ. ശരി. അടുത്ത MP ഫണ്ടിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എനിക്ക് BJPയുടെ പ്രതിനിധിയോടും കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം വരുന്ന സമയത്ത്, ഇലക്ട്രൽ ബോണ്ടാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം പറഞ്ഞത്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയല്ല, ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് നിർമ്മലാ സീതാരാമൻ, ചെറിയ ആളല്ല, ധനകാര്യമന്ത്രിയുടെ ജീവിത പങ്കാളി പരകാല പ്രഭാകർ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് 8,000 കോടി രൂപ BJP പല കമ്പനികളിൽ നിന്നും വാങ്ങി. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന പല പ്രൊജക്ടുകളും ആ പ്രൊജക്ടുകൾ കൊടുക്കേണ്ട കമ്പനിയിൽ നിന്ന് ബോണ്ട് വാങ്ങി ആ പ്രൊജക്ടുകൾ അവർക്ക് കൊടുക്കുന്നു. ഷേഡി ക്യാരക്ടറായി കിടക്കുന്ന പ്രൊജക്ടുകളിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ നിന്ന് അവിടേക്ക് EDയെ പറഞ്ഞയച്ച് ഫണ്ട് വാങ്ങി അവരുടെ കേസുകൾ ഇല്ലാതാക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്നു. ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഈ വിഷയം കോൺഗ്രസിനൊന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നത് കോൺഗ്രസിന്റെ മരുമകൻ DLF കമ്പനിയുടെ ഉടമ കൂടിയായിട്ടുള്ള റോബർട്ട് വധേര 170 കോടി രൂപ ആർക്ക് കൊടുത്തിട്ട BJPക്ക് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട
കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ മരുമോൻ ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി 170 കോടി രൂപ കൊടുക്കുന്നു. മറ്റൊന്ന് വയനാട്, മഹാരാഷ്ട്ര. നിങ്ങൾ നോക്ക്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണിത്. ചോദ്യത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പിടിച്ച കൊടി, ലീഗിന്റെ കൊടി, പച്ചക്കൊടി, ചെമ്പതാക, ഇതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കൊടി അരയിൽ പോക്കറ്റിൽ വെച്ചിട്ട് വന്നാ മതി എന്ന് പറയുന്നിടത്തേക്ക് കോൺഗ്രസ് എത്തിയെങ്കിൽ മുന്നണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിച്ച് BJPയെ പേടിച്ചിട്ട് പച്ചക്കൊടി ഉയർത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഭയം കോൺഗ്രസിന് വന്നത് എന്തുകൊണ്ട്? ഗണേശന്റെ മറുപടി അതിന് നിജേഷിലേക്ക് പോകും. ഇലക്ട്രൽ ബോണ്ടില് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുന്നത് വരെ ഇവിടെ ഈ സർക്കാർ എന്താ പറയാ അംഗീകാരത്തോടുള്ളത് ആയിരുന്നു. ആ അംഗീകാരത്തോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ നിരോധിച്ച സമയത്ത് അത് നിരോധിക്കപ്പെട്ടു, ശരി തന്നെയാണ്. അല്ല, ഞാൻ പറയട്ടെ, അതിന്റെ 30% ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. അല്ല, അഴിമതി ആയിക്കോട്ടെ, ഞങ്ങൾ അതിന് 30% മേടിച്ചു. ബാക്കി 70% പണം മേടിച്ചത് ഇന്ത്യയിലെ പ്രതിപക്ഷ സംഘടനകളാണ്. നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നത് ഇപ്പൊ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ, അല്ല പറയട്ടെ സുഹൃത്തെ പറയട്ടെ, ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ ഈ മേഘ പോലെയുള്ള കമ്പനികളിൽ നിന്ന് എത്രയാണ് മേടിച്ചത്? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വെച്ചിട്ടല്ല മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇവിടുത്തെ CPMന് കൊടുത്തു എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്തിനാ CPMന് ഒരു സംഘടന പണം കൊടുക്കുന്നത്? അങ്ങനെ പണം കൊടുക്കുന്ന എന്തിനാ? അല്ല, DMK തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്ത കണക്കാണ്, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്ത കണക്കാണ്, ഞാൻ പറഞ്ഞ കണക്കല്ല. തെരഞ്ഞെടുപ്പ് എന്തിനാ DMK CPMന് കൊടുക്കുന്നത്? DMKയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അത് DMK അവിടെയുള്ള സംവിധാനം വെച്ച് ഞങ്ങൾ ഞാൻ പറഞ്ഞതല്ലല്ലോ ഇത്. DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാൻ മേഘാ കമ്പനിയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ട് മേഘാ കമ്പനിയുടെ കയ്യിൽ നിന്ന് നിങ്ങളും കോൺഗ്രസും കോടികൾ വാങ്ങി ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെ പ്രോജക്ട് കൊടുക്കുന്നു. ബോണ്ട് എന്ന് ഈ പാലക്കാട് കമ്പനി നിയമാനുസൃതമാണ്. ആ നിയമാനുസൃതമായി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി 70% മേടിച്ചത് ആരാണ്? നിയമാനുസൃതമാണ്. നിയമാനുസൃതമാണ് സാർ, നിയമാനുസൃതമാണ്. ബാക്കി 70% മേടിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകളാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മേടിച്ചിരിക്കുന്നത്? അതായത് CPM കൃത്യമായിട്ട് ഇത് അഴിമതിയാണെന്ന് ആദ്യം തന്നെ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിക്ക് പ്രാഥമിക പരിശോധനയിൽ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ ആണ്. എങ്ങനെ അത് ഇതിങ്ങനെയാണ്? കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുത്തല്ലോ. ഒറ്റ മിനിറ്റ്, എന്റെ ചോദ്യം കേൾക്കൂ. കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നു, SBI അതിന് വേദിയാകുന്നു. SBIയിലൂടെ രഹസ്യ അജണ്ട മീൻസ് ആരുടെയും പേര് വെളിപ്പെടുത്താതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പണം സ്വരൂപിക്കുന്നു. അങ്ങനെ 8,000 കോടി നിങ്ങൾ വാങ്ങി, 12,000 കോടി വേറൊന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ. ആര് തന്നു എന്നുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തണം. ഇത് വെളിപ്പെടുത്തിയല്ലോ, ഇപ്പൊ പേര് വെളിപ്പെടുത്തി. സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ SBI പേര് വെളിപ്പെടുത്തി. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ 30% വാങ്ങി, ബാക്കി 70% നിങ്ങളുടെ സഖ്യത്തിൽപ്പെട്ട ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ആളുകളാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾ സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടും ഒക്കെ DMKയുടെയും അതേപോലെ തന്നെ കെജ്രിവാളിന്റെയൊക്കെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ സഖ്യത്തിൽപ്പെട്ട ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ആളുകളാണ് ബാക്കി 70% മേടിച്ചിരിക്കുന്നത്. അല്ല, ഞങ്ങൾ മേടിച്ചില്ല എന്നല്ല പറഞ്ഞത്. നിയമാനുസൃതം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കോൺഗ്രസിനും കൈകടനാവില്ല ആരോപണത്തിൽ. സുഹൃത്ത്, കോൺഗ്രസ് ഇലക്ടറൽ ബോണ്ട് എന്ന അഴിമതിക്കും ആ ബോണ്ടിനും എതിരായിരുന്നു. അതിൽ പേരുണ്ടല്ലോ കോൺഗ്രസിന്റെ. ഒരു മിനിറ്റ്. 1,500 കോടി രൂപ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ ഇതിന് 1,800 കോടി രൂപ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ ഇതിനെതിരാണെന്ന് പറയണോ? അതാണോ ഗിരീഷ് പറയുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ഇടപെട്ടില്ല, ഇനിയും ഇടപെടില്ല. ഒരു 2 മിനിറ്റൊക്കെ എനിക്ക് സമയം താ, അതല്ലേ അതിന്റെ ഒരു മര്യാദ അല്ലെ? അതല്ലേ? ഇനി നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി ആൻഡ് ഇലക്ട്രൽ ബോണ്ട് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അദ്ദേഹത്തിന്റെ നിലപാട് നിങ്ങൾക്ക് കാണാം, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും കാണാം. 1. 2, കളങ്കിത കമ്പനികളിൽ നിന്ന് 2017 CPIM വാങ്ങി യെച്ചൂരിക്ക് കൊടുത്ത കണക്ക്. നവയുഗ എഞ്ചിനീയറിംഗ് 30 ലക്ഷം, ഹമാറ്റോ ഡ്രഗ്സ് 5 ലക്ഷം. 2019 CPM വാങ്ങിയ കണക്ക്
നാറ്റ്കോ പരിശോധിക്കേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് പരിശോധിക്കേ. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടാണോ? അല്ല, പരിശോധിക്കേ ഗിരീഷ്. ഗിരീഷ് കഴിഞ്ഞ അല്ല കണക്ക് വെക്കുമ്പോ ഗിരീഷ് അസഹിഷ്ണുത കാണിക്കല്ലേ? അസഹിഷ്ണുത കാണിക്കല്ലേ? ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് എന്റെ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതല്ലോ. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് എന്റെ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതല്ലോ. ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് കോൺഗ്രസ് പാർട്ടിന്റെ ആഫീസിൽ ഉണ്ടാക്കുന്നതല്ലോ. ആ അസഹിഷ്ണുത കാണിക്കല്ലേ? നിങ്ങൾ അങ്ങനെ വല്ലാതെ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കല്ല. കണക്ക് വരുമ്പോ ബേജാറാകുക. പറഞ്ഞുതരാ എന്റെ ഗിരീഷ്, ഒരു ഇലക്ട്രൽ ബോണ്ടും ഇല്ലാത്ത കാലത്ത് സാന്റിയാഗോ മാർട്ടിന്റെ കള്ള കമ്പനിയിൽ നിന്ന് 2 കോടി വാങ്ങിയ, കോടി എന്ന് കണ്ടാൽ ഞെട്ടുന്ന കാലത്ത് വാങ്ങിയ CPM ഞങ്ങൾ പഠിപ്പിക്കേണ്ട. അത് ഇനി ഞാൻ പറയാം. 2021 നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി 50 ലക്ഷം. 2021 നവയുഗ എത്രയാ മേഘ ഇൻഫ്രാസ്ട്രക്ചർ BJP കോടികൾ വെക്കിയപ്പോ നിങ്ങൾ 25 ലക്ഷം. ഡോക്ടർ റെഡ്ഡീസ് 5 ലക്ഷം. നാറ്റ്കോ ഫാർമ 25 ലക്ഷം. അരവിന്ദോ ഫാർമ ഏതാണെന്നറിയാം നിങ്ങൾക്ക്? അരവിന്ദോ ഫാർമ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളും ഞാനും ഒരുമിച്ച് ചേർന്ന് സമരം ചെയ്യുന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലടച്ച, ഡൽഹി മദ്യനയത്തിന്റെ പേരിൽ ജയിലിലടച്ച ആ സമയത്ത് പ്രതി 2022 നവംബർ മാസം 5-ാം തീയതി പോലീസ് ജയിലിലാക്കിയ പ്രതാപചന്ദ്ര റെഡ്ഡിയുടെ കമ്പനി, BJPക്ക് 56 കോടി കൊടുത്ത കമ്പനി, അയാളുടെ മൊഴിക്കടിസ്ഥാനത്തിലാണ് 25,000 പേജുള്ള റിപ്പോർട്ടിനകത്ത്, CBI റിപ്പോർട്ടിനകത്ത് അരവിന്ദ് കേജ്രിവാളിന്റെ പേരിലായിരുന്നു 30,000 വരുന്ന ED റിപ്പോർട്ടിനകത്ത് 4 സ്ഥലത്ത്. നമ്മുടെ പാർട്ടിന്റെ നയം ഞാൻ പറയുന്നത്, ആ നയത്തിൽ 30,000 പേരുള്ള പേജുള്ള റിപ്പോർട്ടിനകത്ത് 4 സ്ഥലത്ത് ഈ സഖാവിന്റെ ചോദ്യത്തിന് കോൺഗ്രസിന്റെ മരുമകള് എന്ന് പറഞ്ഞാൽ അത് CPIM ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് 12% മുർഷിദാബാദ് സീറ്റ് തന്നത്. നിങ്ങൾ തെളിയിക്കേ. സൗജന്യം അല്ല, അത് നിങ്ങൾ പറ. മുർഷിദാബാദിൽ മുഹമ്മദ് സലീമിന് 12%. അതാ വിട്ടുവീഴ്ച. BJPയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. നേരത്തെ ഇത് തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ചു, ഞങ്ങൾ അഭിമാനത്തോടെ നിൽക്കുകയാണ്, ഈ രാജ്യത്ത് അഭിമാനത്തോടെയാണ് BJPയുടെ സർക്കാർ അധികാരത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. പ്രധാനപ്പെട്ട നവരത്ന കമ്പനികൾ ഒട്ടാകെ സ്വകാര്യവൽക്കരിച്ചു. ഇന്ത്യയുടെ അഭിമാനമായിരുന്നു നവരത്ന കമ്പനികൾ. അതുപോലെ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചു. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. ഇന്ത്യക്കകത്തെ യുവാക്കൾ വലിയ പ്രതിസന്ധിയിലാണ്. 55-ാം സ്ഥാനത്ത് നിന്ന് 155-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പോവർട്ടി റേറ്റ് ഉയർന്നു. ഈ ഘട്ടത്തിലൊന്നും ഒരഭിമാനവും ഞങ്ങൾക്കാർക്കുമില്ല. അത് BJPയുടെ മാത്രം അഭിമാനമാണ്. രാമക്ഷേത്രം കിട്ടുമ്പോൾ അഭിമാനം കിട്ടുന്ന മനുഷ്യർ ഇന്ത്യക്കാരല്ല, അവര് നിങ്ങളെപ്പോലെ വർഗീയതയിലൂന്നി നിൽക്കുന്നവരാണ്. എന്താണ് നിങ്ങൾ ഈ കാണുന്ന അഭിമാനം എന്നൊന്ന് പറയണം. അമൃത് പദ്ധതിയൊക്കെ നടപ്പിലാക്കി. ഒരു ചോദ്യം കൂടി കോൺഗ്രസിന്റെ പ്രതിനിധി ഇയാൾ പറഞ്ഞ് കറക്റ്റാണ്. സമരം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ തൊഴിലിന് വേണ്ടിയിട്ട്. ആ സമരം നടക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നടയിലാണ് സമരം നടക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പറയട്ടെ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സമരം നടക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊഴിലിന് വേണ്ടിയിട്ട് രാജ്യത്ത് ഗുജറാത്തിൽ നടക്കുന്നുണ്ടോ? ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ സമരം നടക്കുന്നുണ്ടോ? സമരം നടക്കുന്നില്ല. സമരം നടക്കുന്നത് രാജ്യത്ത് നടക്കുന്ന തൊഴിലിന് വേണ്ടി സമരം നടക്കുന്ന ഏക സംസ്ഥാനം ഈ കേരളമാണ്. തൊഴിലിന് വേണ്ടിയുള്ള സമരമല്ല, ജനങ്ങൾ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന ഏക സംസ്ഥാനം ഈ കേരളമാണ്. ഈ കേരളത്തിൽ മാത്രമേ നരേന്ദ്രമോദിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും തൊഴിലിന് വേണ്ടി സമരം നടക്കുന്നത് കാണിച്ചു തരൂ നിങ്ങൾ? ഇല്ല. ഇന്ത്യയിലെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 400 സീറ്റ് നേടും, യാതൊരുവിധ സംശയമില്ല. ഈ പിന്നെ രാമക്ഷേത്രവും ഞങ്ങൾ ഞങ്ങളുടെ അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഞങ്ങൾ അജണ്ട മുന്നോട്ട് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ BJPയുടെ പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിട്ടാണ് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചിരിക്കുന്നത്. ഇതാ 3ാമത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ പ്രകടന പത്രിക ജനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് മുന്നോട്ട് വെച്ചിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത്. ചോദ്യം ആരോടാണ്? അവിടെ BJP അല്ല, അദ്ദേഹം മറുപടി. ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് BJP ഗവൺമെന്റിനെതിരെ തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരം നടക്കുന്നു എന്ന് ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് തെളിയിച്ചാൽ ഗണേശ് എന്ത് ചെയ്യും?
യൂത്ത് കോൺഗ്രസ്സുകാരുടെ നടത്തുന്ന സമരമായിരിക്കും. അല്ല സമരം യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തുന്ന സമരമായിരിക്കും. അല്ല അപ്പൊ ഗണേഷ് സമ്മതിച്ചു. അല്ല ഗിരീഷ് ഗണേഷ് സമ്മതിച്ചു. BJP സർക്കാരിനെതിരെ എവിടെയെങ്കിലും BJP സമരം ചെയ്യുന്നതായി തെളിയിച്ചാൽ എന്നാണോ എന്റെ ഗണേഷ് പറഞ്ഞാൽ നിൽക്കാനുള്ള നട്ടല് വേണം. അതില്ലാതെ വർത്തമാനം പറയരുത്. ഞാൻ ചോദിക്കുന്നത് സാധാരണക്കാരായിട്ട് ആളാണ് ഒറ്റ കാര്യം, ഈ ഗണേശിന്റെ കേന്ദ്ര സർക്കാരാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം നിയമനം നടത്തുന്നത്. കേരള PSC ആണെന്ന് സർട്ടിഫിക്കറ്റ് തന്നത് കേന്ദ്ര സർക്കാർ, നിങ്ങളുടെ സർക്കാർ തന്നത്. ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്കിൽ തൊഴിൽ കൊടുക്കുന്നതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആശ്രയമായിരുന്ന PSC അട്ടിമറിച്ച ആൾക്കാരാണ് നിങ്ങള്. അതുകൊണ്ടാണ് 24 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരമാണിത്. ഗണേഷ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരാ സമരം ചെയ്യണത്? നരേന്ദ്രമോദിക്ക് ആരാ സമരം ചെയ്യണത്? ഗണേഷ് പറഞ്ഞത് ആര് സമരം ചെയ്യുന്ന കാര്യം? ഗണേഷ് ആരാ സമരം ചെയ്യുന്നത്? സാധാരണക്കാരായിട്ടുള്ള യുവാക്കളാണ്. യുവാക്കളുടെ പ്രതിനിധിയാണ് സുഹൃത്തെ യൂത്ത് കോൺഗ്രസ്. നിങ്ങളെ പോലെ കച്ചവടക്കാരുടെ പ്രതിയല്ല യൂത്ത് കോൺഗ്രസ്. യുവജന സംഘടനയാണ്. ഫെബ്രുവരി മാസം 24 ആർക്കേസ് എടുത്ത് നോക്ക്. കോൺഗ്രസിനോടുണ്ട്. BJPയുടെ കോൺഗ്രസിലേക്ക് പോകാൻ തോന്നുന്നു. അല്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തിരുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. നിലവിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒഴിവുകൾ എത്രയാണ്? 2, ഈ രാജ്യത്തിനകത്ത് മിലിറ്ററിക്കകത്തേക്ക് പോലും കരാർവൽക്കരണം കൊണ്ടുവന്ന ആളുകളാണ് BJP. അഗ്നിവീർ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരത്തിന് ഇവിടെ നേതൃത്വം കൊടുത്തു. ഇവിടെ ചോദിച്ചു, BJPക്കെതിരായി ആരെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തിയോ? അഗ്നിവീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ സമരം നടന്നത് ഇന്ത്യക്കകത്താണ്. 2, നിങ്ങളിവിടെ ദേശീയപാത വികസനം BJPയുടെ ഏറ്റവും വലിയ പ്രവർത്തനമായി ഇവിടെ പറഞ്ഞു കേരളത്തിനകത്ത്. അതേ കീഴാറ്റൂരിനകത്ത് ഇവിടെ സുരേഷ് ഗോപിയും സുരേന്ദ്രനും പോയിട്ട് നന്ദിഗ്രാമിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഇത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരാ. ഈ കേരളത്തിനകത്ത് ദേശീയപാത വികസനവും ഗെയിൽ പദ്ധതിയും നടപ്പിലായാൽ പിണറായി വിജയൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ ആളാണ് സുരേന്ദ്രൻ എന്നുള്ളത് BJP പ്രതിനിധി മറന്നുപോയതാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ചോദ്യം ആദ്യം റെയിൽവേ, പിന്നീട് കീഴാറ്റൂർ. ഈ റെയിൽവേയില് ഏറ്റവും വലിയ മാറ്റം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടമല്ല. വന്ദേ ഭാരത് നിങ്ങളുടെ മൻമോഹൻ സിംഗ് കണ്ടിരുന്നോ? മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ കണ്ടിരുന്നോ? മൻമോഹൻ സിംഗിന്റെ നിങ്ങളെ UPA സർക്കാരിനെ പിന്താങ്ങി നിന്നില്ലല്ലോ. അന്ന് ഇവിടുന്ന് ഉണ്ടായിരുന്നു റെയിൽവേ മന്ത്രിമാർ. ഞാൻ പറഞ്ഞുതരാം. തൊഴിൽ കൊടുക്കുക എന്നത് PSC വഴി കൊടുക്കുക എന്നത് മാത്രമല്ല, എല്ലാ മേഖലയിലും തൊഴിലുണ്ടാക്കും. ഇവിടെ തൊഴിൽശാല പൂട്ടിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. ഇവിടെ കോഴിക്കോട് കോഴിക്കോട് മാവൂർ കോളേജ് പൂട്ടിക്കിടക്കുന്നു. സമരം ചെയ്ത ആളാണ് മത്സരിക്കുന്നത്. സമരം ചെയ്ത് ആ തൊഴിൽശാല പൂട്ടിക്കാൻ വേണ്ടി സമരം ചെയ്ത ആളാണ് എളമരം കരീം. ആ എളമരം കരീം തൊഴിൽ കൊടുക്കുന്ന എല്ലാ മേഖലയിലും എന്റെ സാറേ വ്യവസായ അവിടെ സ്ഥലം ഇത്രയും മാത്രം സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യവസായശാല അല്ലെങ്കിൽ സാധാരണക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് തുടങ്ങിക്കൂടായിരുന്നോ? നിങ്ങൾക്ക് പിൻവാതിൽ വഴി നടത്തണം. പിൻവാതിൽ വഴി CPM നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്, DYFIക്കാരുടെ കുടുംബക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമാക്കിയിട്ട് കേരളത്തിലെ PSCയെ മാറ്റിയ ആൾക്കാരാ നിങ്ങള്. കേരളത്തിന്റെ PSCയെ മാറ്റിയ ആൾക്കാരാ കേരളത്തിലെ. പിന്നെ SFIക്കാർക്ക് കള്ളപ്പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് PSCയെ മാറ്റിയ ആൾക്കാരാ നിങ്ങള്.
അല്ല ഞാൻ ഗണേഷ് എന്റെ ഈ ചോദിച്ചതിന് മറുപടി പറയും. ചോദിച്ചതിന് മറുപടി പറയും. തൊഴിലെന്ന് പറയുന്നത് തൊഴിൽ. തൊഴിൽ ഞാൻ എന്ന് പറയലല്ല. ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ 4 ആൾക്കാർ സമരം നടത്തിയതിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഇവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ മുട്ടിലെഴിയുന്നത് തൊഴിലിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാത്രമാണ്. ഇപ്പോഴും ഉണ്ട് കുട്ടികള്. അല്ല ഗണേഷ് ഒറ്റ ചോദ്യം ലളിതമായ ചോദ്യം അല്ല എന്താണ് സാർ ഈ കണ്ടുപിടിക്കപ്പെട്ട വന്ദേ ഭാരത് എന്ന് പറഞ്ഞ എന്താണ് സാധനം ഒന്ന് പറഞ്ഞു. ഏത് ട്രാക്കിലൂടെയാണ് ഓടുക? അത് എവിടുന്നാണ് ഉണ്ടാക്കിയത്? എന്റെ ഗണേഷ് എവിടെയെങ്കിലും വേറെ എവിടെയും പോയി പറ. ഈ നാട്ടിലെ റെയിൽപാതയിൽ കൂടി ട്രെയിൻ ഓടി അതിന് പച്ച പെയിന്റ് അടിച്ചപ്പോ അത് ഞങ്ങളുടെ നേട്ടമാണെന്ന് പറയാൻ ഒരല്പം ഉളുപ്പ് വേണം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഓടിയതാ ഗണേഷ് ബോംബെ താനേല്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരല്പം ആകാശത്തു കൂടിയാ വന്ദേ ഭാരത് ഓടുന്നത്. വന്ദേ ഭാരത് ആകാശത്തു കൂടി ഓടുന്നത് പണ്ട് ഇവിടെയുള്ള ഗവൺമെന്റ് ഉണ്ടാക്കിയ ട്രാക്കിലൂടെയാ. കൊടി പിടിച്ചോണ്ട് നിങ്ങളുടെ വണ്ടിയാവൂല. ഇത് ചോദ്യങ്ങളിലേക്ക് നമുക്ക് അതായത് അവിടെ പ്രതിനിധിയോടാണെങ്കിൽ എന്താ ചോദിക്കുന്നത് വെച്ചാൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുന്ന സമയത്ത് നടപ്പാക്കില്ല എന്ന് പറയുന്നതിന് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാദമുണ്ട്. CPM പ്രതിനിധി ആവട്ടെ, CPM സംഘടന ആവട്ടെ. അപ്പൊ അതിനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് കേന്ദ്രം നിയമം പാസാക്കി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ നടപ്പിലാക്കാതിരിക്കുക എന്ന് കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും പറയുന്നുണ്ട്. അതിനൊരു മറുപടി തരണം. മറ്റൊന്ന് ഗണേശനോട്, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രഥമ അല്ലെങ്കിൽ ഏറ്റവും പരിഗണനാ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഏജൻസിയാണ് നീതി ആയോഗ്, ആസൂത്രണ കമ്മീഷൻ പോലെ. നീതി ആയോഗ് കേരളത്തെ പറ്റി പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും സുഗമമായി ജീവിക്കാൻ പറ്റുന്ന സംസ്ഥാനം കേരളം, ഇന്ത്യയിൽ ഏറ്റവും ഹാപ്പിനെസ് ഉള്ള സംസ്ഥാനം കേരളം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സംസ്ഥാനം കേരളം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ള സംസ്ഥാനം കേരളം, ഇന്ത്യയിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനം കേരളം, ഇന്ത്യയിൽ ഏറ്റവും നല്ല ആരോഗ്യം. കേൾക്കട്ടെ, മനസ്സിലായി. ചെറിയ വിഷയത്തിലേക്ക് വരല്ലേ? ചെറിയ വിഷയം ഒരുമിച്ച് ചോദ്യത്തിന് നിങ്ങൾ ഒളിച്ചോടുന്നു. ഞാൻ പറഞ്ഞില്ലേ സിദ്ധാർത്ഥന്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം, അത്രമേൽ വേദന ഞങ്ങൾക്കുണ്ടെന്ന്. ഈ കേരളത്തിൽ ഒരാളും കൊല്ലപ്പെടരുത്. ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ഞങ്ങളാണ്. ഞങ്ങൾ കൊല്ലപ്പെട്ടത് രാഷ്ട്രീയ കൊലപാതകമല്ല സാർ. അത് ഒരു സാധാരണക്കാരായിട്ടുള്ള പയ്യനെ ക്ലാസ്സിൽ എന്താ വിചാരണ നിങ്ങൾ അങ്ങനെ തള്ളി പറയോ? കാര്യമാണ് കൂട്ടവിചാരണ, ജനകീയ വിചാരണ നടത്തിയിട്ട് സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയെ കേരളത്തിലെ കൊന്ന ആൾക്കാരാണ് കെട്ടിത്തൂക്കിക്കൊന്ന ആളുകളാണ്. ഇവിടെയാണ് ഹാപ്പിനെസ്. ഇവിടെ ബോംബുണ്ടാക്കിയിട്ട് എറിഞ്ഞു കളിക്കുന്നതാണ് ഹാപ്പിനെസ്. പാനൂരിലെ ഹാപ്പിനെസ് ഇതാണ് നിങ്ങളുടെ ഹാപ്പിനെസ്. ഇവിടെയാണ് ഹാപ്പിനെസ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ തരുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കേന്ദ്ര സർക്കാർ തരുന്ന സർട്ടിഫിക്കറ്റ് ഇത് മോശമാണെങ്കിൽ മോശമാണെന്ന് നിങ്ങൾ പറയും. അല്ലല്ല, ഒരു ചോദ്യങ്ങൾക്ക് പരമാവധി ആ ചോദ്യത്തിൽ ഉത്തരം നൽകുക, ആ രീതിയിൽ മുന്നോട്ട് വരണം. ഞാൻ എന്റെ ചോദ്യം മറുപടി അദ്ദേഹത്തിന്റെ ചോദ്യം, ഞാൻ ആ ചോദ്യത്തിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും പ്രിയപ്പെട്ട സഹോദര, നമ്മളൊക്കെ സഹോദരന്മാരാണ്, സിദ്ധാർത്ഥ് ഒരു ചെറിയ വിഷയം, സിദ്ധാർത്ഥ് ഒരു ചെറിയ വിഷയമല്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കേരളം, ആ കേരളത്തിനകത്താണ് സുഹൃത്തെ ICUവിനകത്ത് സ്ത്രീ രോഗി പീഡിപ്പിക്കപ്പെടുന്നത്. ആ കേരളത്തിനകത്താണ് സുഹൃത്തെ ബോംബുണ്ടാക്കുമ്പോൾ ആള് മരിക്കുന്നത്. അതേ കേരളത്തിനകത്താണ് സുഹൃത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്രമിക്കപ്പെട്ടത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുഴുവൻ പ്രതികളെയും സംരക്ഷിച്ചു. കഴിഞ്ഞ UDF ഭരണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 70% പൊള്ളലേറ്റ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു.
ആ സ്ത്രീയെ പീഡിപ്പിച്ച പ്രതികളെ മുഴുവൻ സംരക്ഷിച്ച നിങ്ങളുടെ ഭരണകാലത്ത് CPM ചെയ്ത സമരം എന്ന് പറഞ്ഞ് സമരം എന്ന് പറഞ്ഞ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ സമരം എന്ന് പറഞ്ഞ് ഗിരീഷ് ആളുകൾക്ക് ഓർമ്മയില്ല എന്ന് കരുതി പറയരുത്. ഈ കാലഘട്ടത്തിൽ എല്ലാം തെളിവുണ്ട്. ഒരു വിട്ടുവീഴ്ചയുമില്ല. ഗിരീഷെ, കോഴിക്കോട്ടെ പത്രങ്ങൾ എടുക്ക്, കോഴിക്കോട്ടെ ചാനലുകൾ, ന്യൂസ് 18 തന്നെ എടുക്ക്. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റ് അത് തെറ്റാണ് എന്ന് ഏറ്റു പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. ആര് തെറ്റ് ചെയ്തു? ആരാ തെറ്റ് ചെയ്തത്? അതിലെ പ്രതികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. വണ്ടിപ്പെരിയാറിലെ അർജുനെ കൊണ്ടുവന്നതുപോലെ, വാളയാറിലെ മധുവിനെ കൊണ്ടുവന്നതുപോലെ, റിയാസ് മൗലവി കേസിലെ പ്രതികളെ കൊണ്ടുവന്നതുപോലെ നിയമത്തിനകത്ത് കൊണ്ടുവരും. നിങ്ങൾ പ്രോസിക്യൂട്ടറാക്കും, നിങ്ങൾ തെളിവില്ലാതാക്കും, നിങ്ങൾ രക്ഷപ്പെടുത്തി കൊടുക്കും. അതാ നിങ്ങൾ ചെയ്യുന്നത്. ഒരു കേസ് എന്റെ ഗിരീഷ്, ഒരു കേസ് അത് പറ. ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടത് പറ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയവരാ നിങ്ങള്. ഇവിടെ ഒരു ചോദ്യം. സഖാവ് ധീരജിനെ കൊല ചെയ്ത കേസിലെ പ്രതിയെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയവരാ നിങ്ങള്. ഇവിടെ ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി ഇവിടെ മറുപടി. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്താ കാരണം? അതല്ലേ ചോദ്യം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ എല്ലാ ജനവിരുദ്ധ ഭരണാധികാരികളും മുട്ടുകുത്തിയ ചരിത്രമുണ്ട്. മോഡി കൊണ്ടുവന്ന കർഷക നിയമങ്ങൾ പോരാട്ടങ്ങളുടെ ഭാഗമായി പിൻവലിക്കേണ്ടി വന്നു. ഈ കേരളത്തിനകത്ത് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ഈ ഫെഡറൽ രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ് പൗരത്വ ഭേദഗതി നിയമം. ഇന്ത്യൻ ഭരണഘടന എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർക്ക് തുല്യ പരിഗണന നൽകുന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് പൗരത്വത്തിന്റെ പേരിൽ വിവേചനം ഏർപ്പെടുത്തുന്ന ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം ഇവിടെ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് NRC ഉൾപ്പെടെയുള്ള പൗരത്വ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള നടപടികൾ ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കില്ല. ഉറപ്പാണ്. അതിൽ വേറെ വിട്ടുവീഴ്ചയില്ല. വേറെ ഏതെങ്കിലും നിലയിലേക്ക് വന്നാൽ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് അതിനെ ചെറുക്കും ഈ കേരളം. കേരളത്തിന് സമരപാരമ്പര്യം ഉയർത്തിപ്പിടിക്കും. ഞാൻ ഗിരീഷിന്റെ ആത്മാർത്ഥതയെ അംഗീകരിക്കുന്നു. ഞാൻ ഒറ്റ ചോദ്യം ഗിരീഷിനോട് ചോദിക്കുന്നു. ഗിരീഷ്, കേരളത്തിൽ സാധാരണ മന്ത്രിസഭാ യോഗം മാറ്റിവെക്കാറില്ല. സാധാരണഗതിയിൽ ഒരിക്കലും ഏത് കണ്ടീഷനിലും മുഖ്യമന്ത്രി എവിടെയാണോ അവിടെ നടത്തും. പക്ഷെ ഒരു മാസം മുമ്പ് സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിന് ഈ നിങ്ങളിപ്പം പറഞ്ഞ വളരെ വൈകാരികമായി പറഞ്ഞ മോദിയെ സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി പോയിരുന്നു. അത് പോട്ടെ, തിരിച്ച് യാത്രയാക്കാൻ വേണ്ടി ഒരു ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം ക്യാൻസൽ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയെ പോക്കാൻ നിങ്ങൾ പിണറായി വിജയൻ പോയതെന്തിനാ? ഈ ശൂരം അവിടെ പ്രകടിപ്പിക്കാനാണോ? ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരു സംസ്ഥാനവും കേന്ദ്രവും ഫെഡറൽ സംവിധാനവും ഇതെല്ലാം വെച്ച് ഭരണഘടനാപരമായി കേരളത്തിലെ സർക്കാർ UDF സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രി പോയത് ഒരു മന്ത്രി നിങ്ങൾക്ക് നമ്മൾ കോഴിക്കോട്ടെ ഈ മണ്ഡലം അന്ന് മന്ത്രിയായിരുന്നു. അദ്ദേഹം പോരായിരുന്നോ? എന്തിന് മുഖ്യമന്ത്രി പോയി മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചു?